ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നിങ്ങളൊക്കെ ചായ കുടിച്ചെന്ന് വിചാരിക്കുന്ന കേട്ടാ. അപ്പം ഞാനും ഇവിടെ ഒരു കപ്പ് ചായയൊക്കെ എടുത്തു വെച്ച് കുടിക്കുകയാണ് കേട്ടോ. ഇത്രയും ഭയങ്കര രസത്തിൽ കുടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും കരുതണ്ട കേട്ടാ. ഞാൻ പഞ്ചസാര ഇല്ലാത്ത വിത്തൗട്ട് ചായയാണ് കേട്ടോ കുടിക്കുന്നത്. അയ്യോ, വിത്തൗട്ട് ചായയുടെ കാര്യമൊന്നും പറയണ്ട, ഞാനൊരു മധുരപ്രിയയാണ്. അപ്പോൾ എനിക്ക് ചായയിലൊക്കെ ഒത്തിരി മധുരമൊക്കെ ഇട്ട് കുടിക്കുന്നതാണ് ഇഷ്ടം. മധുരമെന്ന് കേട്ടാലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ എന്ത് ചെയ്യാം, മധുരത്തിൻ്റെ അയലത്ത് പോലും എനിക്ക് പോകാൻ പറ്റില്ല. എന്നാലും ഞാൻ ഇടയ്ക്ക് മുറയ്ക്കുമൊക്കെ കട്ടുപറക്കിയൊക്കെ തിന്നാറുണ്ട് കേട്ടാ. അതെൻ്റെ കയ്യിലിരിപ്പ്. അപ്പോഴാണ് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ താമരക്കുളത്തിലെ ഒരു ചെറിയൊരു സംശയം, മുട്ടുണ്ടോന്ന്. അപ്പോഴാണ് അതാ ഒരു മുട്ടുണ്ട്, സംശയമല്ല കേട്ടാ ഗൈസ്, അത് സത്യമായിരുന്നേ. അപ്പോഴേ ഇവിടെ 2 താമരയാണേ ഉള്ളത്. ഒന്ന് സഹസ്രദള താമരയും അല്ലാതെ സാധാ താമരയും കേട്ടാ. ഇത് കണ്ടില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കുറച്ച് റോസ് പ്ലാന്റൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയെന്ന്. അതിൽ നിന്ന് മിച്ചം കിട്ടിയതാണ് കേട്ടോ. അതിൽ 2 മുട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് സമ്മർ സ്നോ ആണെന്ന് തോന്നണം, ഇതിന് വിരിയുമ്പോഴേ അറിയാവൂ കേട്ടോ. ഇത് മെക്സിക്കൻ പെറ്റൂണിയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് അലോക്കേഷ്യ വെറൈറ്റി പെട്ടതാണ്. ഇവിടെ സിങ്കോണിയം, ബിഗോണിയ, അഗ്ലോണിമ അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് തൗസൻഡ്സ് ഓഫ് മദേഴ്സ് തങ്കാണ്. ഇത്രയും നീണ്ട പേര് കേട്ടിട്ട് ആരും പേടിക്കണ്ട. 1000 കുഞ്ഞുങ്ങളുടെ അമ്മ. ഇതിൻ്റെ സൈഡിലോട്ടാണ് കേട്ടോ ബേബി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവണത്. അപ്പോഴും ഇതാ ഇവിടെ കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡ്സും. ഇത് പീസ് ആൻഡ് ലവ് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി റോസാണ് കേട്ടോ. പിന്നെ ഇത് എലിസബത്ത് റോസ്. ഇതൊക്കെ എനിക്ക് മിച്ചം കിട്ടിയുള്ളൂ ഗൈസ്. അപ്പോഴ് നമ്മുടെ എന്തോന്ന് കുറ്റിക്കുരുമുളക് ഇന്നലെ സാറ് എനിക്ക് തന്നതാണ്. അപ്പം ഞാൻ കരുതി ഒരു ചട്ടി ഒഴിഞ്ഞിരിക്കുകയല്ലേ, അതിലെ കൊണ്ട് നടാന്ന്. ഒരു വർഷം മുഴുവൻ ഇത് കുരുമുളക് തരുമെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇത് നമ്മുടെ ലൈബ്രറിയുടെ ബാക്ക് സൈഡാണേ. ലൈബ്രറിയുടെ കുറച്ച് ഭാഗമാണ് കേട്ടോ. അപ്പോഴവിടെ നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ബന്ധിത്തൈകൾ കൊണ്ട് നട്ടിരിക്കുകയാണ്. ഇന്നലെ നമുക്കിതായിരുന്നു കേട്ടോ പണി. നമ്മൾ കുറച്ച് ആൾക്കാരുണ്ടേ, അവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ഇത്രയും ഭാഗം വൃത്തിയാക്കി നമ്മളിവിടെ ബന്ധിത്തൈ കൊണ്ട് നട്ടിരിക്കുകയാണേ. അപ്പോഴിനി ഓണത്തിന് ചടപടയെന്ന് പൂക്കളൊക്കെ ഉണ്ടായിട്ട് നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നമ്മൾ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരുപാട് പൂക്കളൊക്കെ കിട്ടിയിട്ടാ. നടുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ഒരു വിധത്തിൽ ഇത് പൂക്കളായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, അതിനെ കട്ട് ചെയ്ത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് നടുക. അങ്ങനെ എൻ്റെ വീട്ടിലും അങ്ങനെ ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടായിട്ടാ. ഞാൻ കട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും സംഭവിക്കില്ല. അതിൻ്റെ ശിഖരത്തിൽ നിന്നും മറ്റ് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിട്ട് അത് നല്ല ബുഷിയായിട്ടൊക്കെ നിൽക്കും കേട്ടോ. അപ്പോഴേ എനിക്കും പൂക്കളുണ്ടായി, അവിടെയും പൂക്കളുണ്ടായി. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ പേര് ലിച്ചി എന്നും പറഞ്ഞുകൊണ്ട് നട്ട ചെടിയാണ് കേട്ടോ. പക്ഷേ ഇത് ലിച്ചിയല്ല, ഇത് ഏതോ ഒരു ചെറി വിഭാഗത്ത് പെടുന്ന ഒരു ചെടിയായിരുന്നേ, പ്ലാന്റാണ് കേട്ടോ. അപ്പോഴ് സാറിനോട് ഞാൻ പറഞ്ഞു ഇതിന് എൻ്റെ പേര് തന്നെ ഇടണമെന്ന് പറഞ്ഞേ. അപ്പോൾ ഇതിൻ്റെ പേര് ലിച്ചി എന്ന് ഞാൻ അങ്ങ് പ്രഖ്യാപിച്ചു. അപ്പോഴാണ് ഇവിടെ ഒരു വെരിഗേറ്റ പേര ഉണ്ട്. അതിലൊരു പേരൊക്കെ നിൽക്കുന്നത്. ഞാൻ ഇതുവരെ ഇതിൻ്റെ പേരൊക്കെ കഴിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ പറഞ്ഞറിവാണ് ഇത് നല്ല മധുരവും അകം ചുവപ്പുമുള്ള പേരെന്നാണ് അറിഞ്ഞത്. ഇത് കണ്ടില്ലേ, ഇത് പിസ്തയാണ് കേട്ടോ. മരിച്ചിനിയുടെ ഇല പോലെ നിൽക്കുന്ന ഈ ഒരു സാധനത്തിൻ്റെ പേര് പിസ്ത എന്നാണ്. ഞാൻ ഈ സാധനത്തിന് മുമ്പൊന്നും കണ്ടിട്ടില്ല. ഇത് നമ്മുടെ ആപ്പിൾ ജാമ്പയാണ് കേട്ടോ. നൈസിലെ ഒരു പേരക്കയല്ലല്ല, ജാമ്പയ്ക്ക പറിക്കാമെന്ന് നോക്കിയപ്പോഴത്തേക്കുവേ എമ്പേ എന്ന് പറഞ്ഞൊരു വിളി കേട്ടു. പിന്നെ ഞാൻ ഓടിപ്പടച്ച് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മളെ നന്ദിനി കുട്ടി എന്നെ കാണാൻ വേണ്ടിയിട്ട് വിളിച്ചതാണെന്ന് തോന്നുന്നു ഗൈസ്. അങ്ങനെ പ്രതീക്ഷിക്കാം, എന്തോ എനിക്കറിയില്ല. ഒരു വിളിയൊക്കെ വന്നു. അപ്പം കാണാൻ ഞാനിപ്പോൾ അതുപോലെ അതിൻ്റെ കാതൊക്കെ ഒന്ന് നോക്കുകയാണേ, ചെള്ളല്ലല്ലോ അതുണ്ടോ എന്ന്. അപ്പോഴത്തേക്ക് ഇവിടെ ഒരു കരിപുരണ്ട ജീവിതം ഇതാ മ്യാവെന്ന് വിളിച്ച് കിടക്കണം. കരിപുരണ്ട ജീവിതമേ, ഇവനാണെങ്കിൽ ഇവൻ്റെ കയ്യിലെ കുരുത്തക്കേട് കൊണ്ട് കരിപുരണ്ടതാണ്. ശരിക്കും കരിപുരണ്ട ജീവിതം ഇതാണ്. ഇതല്ലേ കരിമീൻ. അപ്പോഴിതൊക്കെ കഴിഞ്ഞ് ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് മുന്തിരിവള്ളി തിളർത്തപ്പോൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, ഇവിടെ ഒരു മുന്തിരിവള്ളി കാലങ്ങൾ കൊണ്ട് തിളിർത്ത് നിൽക്കുകയാണ്. ഇവിടെ ഞാനിതുവരെ ഒരു പൂവും കായും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വർഷങ്ങളായി ഈ തിളിപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ. എന്നെങ്കിലും കായ്ക്കുമായിരിക്കും. പിന്നെ ഒരാശ്വാസം, ഇത് പൈസ കൊടുത്ത് മേടിച്ച് നട്ടതല്ലല്ലോ, അതുകൊണ്ട് ഒരു ചെറിയ ഒരു ആശ്വാസം, ഒരു മനസ്സുഖം. ഇത് തന്നാലെ തിളുത്ത് വന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ കരുതി ഇതങ്ങനെ നിൽക്കട്ടെ, എന്തെങ്കിലും ഒരു കായ തരണമെങ്കിലോ എന്തെങ്കിലും പൂക്കണമെങ്കിലോ. അപ്പം നമ്മുടെ വീട്ടിൽ മുന്തിരിയൊക്കെ കായ്ക്കുമല്ലോ, അത് എല്ലാവരെയും കാണിക്കാമല്ലോ എന്നൊക്കെ കരുതി ഞാൻ അവനെ അങ്ങനെ വിത്തിരിക്കുകയാണേ. ഇതാ വേര് വരെ വന്നേ. എന്നിട്ടും ഇതിനൊരു കായും പൂവൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ തണ്ടൊക്കെ നല്ല മുറ്റിയിട്ടുണ്ടേ.
എന്നെങ്കിലും ഇത് കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ കാലിൽ ഒരു 2 മാന്ത് കാണും. മാന്ത് കിട്ടി. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് മാന്തിയതല്ല. പക്ഷെ മാന്തെന്ന് പറയുമ്പോഴത്തേക്കും നഖം കൊണ്ട് മുറിയുമെന്നല്ലേ പറയണം. ഇത് നഖം കൊണ്ടൊന്നും മുറിച്ചില്ല. സ്നേഹം പ്രകടിപ്പിച്ച് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചതാണ് കേട്ടോ എൻ്റെ കാലിൽ. അവളെ എടുക്കണം ഞാൻ, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ അവളെ എടുത്ത് കുറച്ച് ദൂരമൊക്കെ കൊണ്ട് നടന്നേ. അപ്പോഴാണ് ഓർത്തത് ഇൻസുലിൻ്റെ കാര്യം. ഇൻസുലിൻ എടുക്കണമല്ലോ. എനിക്കിതാണ് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. വർഷങ്ങൾ കൊണ്ട് ഞാൻ എടുക്കണേ. ഒരു 8 വർഷം കൊണ്ട് ഞാൻ തുടർച്ചയായിട്ട് എടുക്കുകയാണ് കേട്ടോ. ആദ്യമൊക്കെ ഡോസ് കൂടുതലെടുത്തു. ഇപ്പോഴിതാ കുറച്ച് കൊണ്ടുവന്നു. എൻ്റെ കയ്യിലിരിപ്പ് ഒട്ടും മോശമില്ല കേട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് ഈ ഡയറ്റൊന്നും എനിക്ക് എൻ്റെ നിഘണ്ടുവിലില്ലാത്ത കാര്യമാണ് കേട്ടോ. അപ്പോഴിതാ 2 ദോശയും 1 ഗ്ലാസ് പാലും തൽക്കാലം ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതിയേ. ഇത് കണ്ടോ, ഇതിൻ്റെ പേര് കിലുക്കി എന്നാണ് കേട്ടോ, ഈ ചെടിയുടെ പേര്. ഇതിൽ ഒത്തിരി ബട്ടർഫ്ലൈസ് വന്നിരിക്കുമെന്നാണ് പറഞ്ഞ് കേൾക്കാറുള്ളത്. പക്ഷേ ഞാനിതുവരേക്ക് ഇതിൽ ബട്ടർഫ്ലൈ വന്നിരിക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഇലകളിൽ ചെറിയ സുഷിരങ്ങളുണ്ടോ എന്നൊരു സംശയം ഉണ്ടല്ലേ. അപ്പോഴും കാണുമായിരിക്കും, വന്നിരിക്കുമായിരിക്കും. ഞാൻ പിന്നെ എന്നെ കാണുമ്പോഴേ എന്നെ പേടിച്ചായിരിക്കും ബട്ടർഫ്ലൈസൊക്കെ ഓടിപ്പോണത്. അപ്പോഴിതാ മീൻകുളത്തിലെ 2-3 ഗപ്പീസ് പിടിച്ച് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു മൺപാത്രമല്ലല്ലോ, കുപ്പി ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ട് കേട്ടാ. എന്നിട്ട് കുറച്ച് കാടും മേടും പറിച്ച് അവിടെ വെച്ച് ഒരു രസത്തിന്, ചുമ്മാ വെറുതെ ഒരു രസം. ഇതൊക്കെയല്ലേ ഒരു രസം. ഇതിനി ചത്തുപോകുമെന്ന് ദൈവത്തിനറിയാം. ഇതിനി കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുത്തെന്ന് ഇതില്ല. അത് സിങ്കോണിയവും പോത്തോസൊക്കെയാണ് ഞാൻ വെട്ടിപ്പറക്കിയൊക്കെ വെച്ചത്. അതെങ്ങനെയാവുമെന്നൊന്നും അറിഞ്ഞൂടെ. ഈ കാണുന്നതാണ് എൻ്റെ പൂന്തോട്ടം കേട്ടോ, എൻ്റെ ഗാർഡനാണ്. ഒരിക്കൽ നല്ല രസമായിട്ടിരുന്നതാണ്. ഈ മഴയും പിടിച്ച് പോച്ചയും പിടിച്ച് ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. ഇനി ഇത് ഒത്തിരി വൃത്തിയാക്കാനുണ്ട്. അയ്യോ, എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യമാണ്. എങ്കിലും ഞാനൊന്ന് ശ്രമിക്കാമെന്ന് വിചാരിച്ചേ. നോക്കിയപ്പം കാണാൻ ഇവിടെ കുന്താലിയും ഇല്ല, കോടാലിയും ഇല്ല, നമ്മാട്ടിയും ഇല്ല, പിക്കാസും ഇല്ല, ഒന്നുമില്ല. കിട്ടിയതാ ഈ ഒരു കുന്തവും. ഈ കുന്തം വെച്ച് എന്തുണ്ടാക്കാനാണ്? എന്നാലും ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടാ. പിന്നെ ഒരു വെട്ടൊക്കെ വെട്ടി. പക്ഷേ എവിടെയാക്കാൻ? ഇവിടെ എന്താ ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതിലൊരു പുല്ലൊന്നും പറഞ്ഞു വരുന്നത് പോലും ഇല്ല കേട്ടാ. പിന്നെ ഞാൻ ആ സാഹസിക പ്രവൃത്തി തൽക്കാലത്തേക്ക് അങ്ങ് മതിയാക്കി. ഇനി ഒരു നമ്മാട്ടിയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കണം. അപ്പോഴാണ് നമ്മുടെ കരിമൂഞ്ചി അവിടെ നിന്ന് എന്ത് കോപ്രായി കാണിക്കണമെന്നായിരിക്കും അവളുടെ വിചാരം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മുടെ നന്ദിനി കുട്ടിക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടേ അവൾക്ക് പുണ്ണാക്ക്, പിന്നെ ഈ ഒരു സാധനത്തിൻ്റെ പേര് കടലപ്പുണ്ണാക്കല്ല, ഈ സാധനത്തിൻ്റെ പേര് കാലിത്തീറ്റയായിരിക്കും. കാലിത്തീറ്റ. ഇത് ഇത്രയും അവളുടെ ഇതിൽ ഉള്ളതാണ്. അപ്പോഴത്തേക്കും പിന്നെ കുറച്ച് തേങ്ങാപ്പുണ്ണാക്ക്, കുറച്ച് കടലപ്പുണ്ണാക്ക് എന്നല്ല, ഇത് കാലിത്തീറ്റ ആയിരിക്കും അല്ലേ ഇത് കാലിത്തീറ്റ. ഇതെല്ലാം കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്ത് അവസാനം കുറച്ച് ചോറൊക്കെ എടുത്തിട്ട്, ഞാൻ ഇന്നലെ ഉപ്പിടാൻ മറന്നു കേട്ടോ. അതാണ് ഇത് അവൾ കുടിക്കാത്തത്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം തന്നെ ഉപ്പിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പിടാൻ മറക്കില്ലല്ലോ. അപ്പോഴെല്ലാം കൂടെ ഇത് ഞാൻ ചൂടാക്കി, പച്ചവെള്ളമൊന്നുമല്ല, ഇത് നല്ലതായിട്ട് ഞാൻ ചൂടാക്കി ചെറു ചൂടോടെ എടുത്തിട്ടതാണ്. കാരണം ചെറു ചൂടോടെ കൊടുത്താലേ അവൾ കുടിക്കുകയുള്ളൂ. ഇന്നലെ പച്ചവെള്ളത്തിലിട്ട് കൊടുത്തപ്പോഴത്തേക്കും കുടിച്ചില്ല. അപ്പം കുറച്ച് ദോശയും കൂടെ അതിൽ കൂടെ കുറച്ചിട്ട് കൊടുക്കാമെന്ന് കരുതി കേട്ടാ. പിന്നെ ഇതെല്ലാം കൂടെയൊക്കെ മിക്സ് ചെയ്ത് അവസാനം ഞാൻ അവൾക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോഴാണ് അവൾ അവിടെ നിന്ന് ബേ നടന്ന് വിളിക്കുകയാണ്. കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊടുത്ത് ഞാൻ വിചാരിച്ച് കുടിക്കൂലെന്ന്, പക്ഷേ കുടിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ വിശന്ന് കിടക്കുകയല്ലേ, അപ്പോഴിന്ന് രാവിലെ അത് കുടിക്കുന്നുണ്ട്. കുറച്ചൊക്കെ കുടിച്ച്, കുറേയൊക്കെ അങ്ങനെ നോക്കി പറക്കിയൊക്കെ എടുത്തപ്പോഴത്തേക്ക് കുടിച്ച്. ഇന്നലെ പക്ഷെ ഒരു തുള്ളി പോലും കുടിച്ചില്ല. ഇന്നലെ ഒരുപാട് ഞാൻ കളയേണ്ടി വന്നു. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ കൊടുത്തത് കളയേണ്ടി വന്നു കേട്ടോ. പിന്നെ അത് വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, ഇവിടെ വേറെ അത് യൂസും ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാനത് കളയേണ്ടി വന്നു കേട്ടോ. കുറേ പുണ്ണാക്കും ഒക്കെ പോയി.
അപ്പോഴത്തേക്ക് അതൊക്കെ സാരമില്ല, ഇവളിപ്പം കുടിക്കുന്നുണ്ടല്ലോ, അതൊരു വലിയ ആശ്വാസമായി കേട്ടാ. ഇങ്ങനെ പതിയെ പതിയെ കുടിക്കുമായിരിക്കും. ആദ്യമൊക്കെ വീട് മാറിയൊക്കെ വന്നതല്ലേ, അതുകൊണ്ടുള്ള ചെറിയൊരു തത്രപ്പാടിലാണ് ആശാത്തി. പിന്നെ അവൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്കും 2-3 മുളക് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അതിൽ നിന്ന് കുറച്ച് മുളകൊക്കെ അടക്കാമെന്ന് കരുതി. പിന്നെ ഇവക്ക് ഇനിയിപ്പോഴത്തേക്കും ചെറിയ ചായക്കൊപ്പം കടിയെന്ന് പറഞ്ഞതുപോലെ ചെറിയൊരു അയ വറുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കണ്ടേ. അതുകൊണ്ട് പുല്ലൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ കരുതി കുറച്ച് ഈ വൈക്കോലെടുത്ത് കൊടുക്കാമെന്ന് കേട്ടാ. ഈ വൈക്കോല് ഞാൻ എൻ്റെ കെട്ടുകൊണ്ടാണ് കേട്ടാ ഇങ്ങനെ ആടണത്. ദൈവമേ വന്ന് വീഴുമോ എന്തോ. വീഴൂല, എൻ്റെ കെട്ടല്ലേ, അവിടെ ഇരുന്നോളും. പിന്നെ എല്ലാം നമുക്ക് നുള്ളിപ്പറക്കിയൊക്കെ എടുത്ത് കുറേ വൈക്കോലൊക്കെ എടുത്ത് അവൾക്ക് കൊണ്ട് കൊടുക്കാമെന്ന് കരുതി. ഈ വൈക്കോല് ഇപ്പോഴും കൊണ്ട് കൊടുത്താലേ ആ വെള്ളം കുടി അവിടെ നടക്കില്ല കേട്ടോ. വെള്ളം കുടിക്കാതെ ഈ വൈക്കോല് തിന്നാനായിട്ട് ഓടി വരുവേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് കുറേ നേരം ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നിന്ന് വെള്ളം കുടിക്കണുണ്ടോ, കുടിച്ച് തീർന്നോ എന്നൊക്കെ. എന്തായാലും കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ, അത്രയൊന്നും കുടിക്കട്ടെ എന്ന് കരുതി കേട്ടോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തേ. പിന്നെ ഇവിടെ കുറേ പനിക്കൂർക്കയും കുറച്ച് തുളസി ഇലയൊക്കെ ഞാൻ നുള്ളിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്നറിയാമോ, വെള്ളം ഇട്ട് മക്കനെ കുടിക്കാനാണ്. എന്താ ഒരു രസം. അങ്ങനെ ഞാൻ ഈ വെള്ളമൊക്കെ ചൂടാക്കുമ്പോഴേ ഈ പനിക്കൂർക്കയും തുളസി ഇലയൊക്കെ ഇട്ടാണ് കേട്ടോ വെള്ളം ചൂടാക്കുന്നത്. അങ്ങനെ അവൾക്ക് അവസാനം ഞാനിത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ബായ്.